ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റിയൊരു പോരായ്മ, അത് ഞാൻ പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കാര്യത്തിലാണ്. അദ്ദേഹം ഒരു സ്വന്തമായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ഇപ്പോഴെടുത്ത് നോക്കിയാലും വി ഡി സതീശനോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയാനായിട്ട് അങ്ങനെ ആളുകളില്ല, വളരെ ചുരുക്കമാണ്. പക്ഷേ ഇവരെല്ലാം എന്താ പറയുക, സ്വന്തം മനസ്സാക്ഷിന് മുമ്പിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പേഴ്സണലായ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിരീക്ഷകരല്ലാതെ പലരും വി ഡി സതീശനെ പിന്തുണച്ചെന്ന് വരും. കാരണം വി ഡി സതീശൻ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ മുമ്പൊക്കെ നമുക്കറിയാം, അപ്പം കരുണാകരൻ ആന്റണിയുടെ കാലം അല്ലെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സീറ്റ് നിർണ്ണയ ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ ആ സീറ്റ് ഐ ഗ്രൂപ്പിനാണ്, ഈ സീറ്റ് എ ഗ്രൂപ്പിന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് മാറി വാശിക്ക് പല സീറ്റും മേടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അതെന്താ വെച്ചാൽ പല സീറ്റിലും വി ഡി സതീശൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മെറിറ്റിൽ അനുസരിച്ചിട്ട് ആ ആൾ അവിടെ നിന്ന് ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് അട്ടിമറിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചില്ല. അതെന്താ വെച്ചാൽ അതൊരു പോസിറ്റീവായി കണ്ടു, ജയിച്ചോട്ടെ എന്നുള്ളതാണ്. പക്ഷേ എൻഡ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ കൂടെ ആളെ കൂട്ടുന്നതിൽ അല്ലെ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ശക്തി തെളിയിക്കുന്നതിൽ ആ രീതിയിൽ വി ഡി സതീശൻ ഒരു പരാജയപ്പെട്ടു എന്നല്ല, ഒരു പോരായ്മയായിട്ട് വേണേൽ കോൺഗ്രസ് ആയിട്ട് പറയാം. പക്ഷെ മറുവശത്ത് എന്താ പറയുക, ഒരു ചാൻസും ഇല്ല, ആരും പ്രതീക്ഷിക്കാതിരുന്നിടത്തുനിന്ന് 1-4 ഉപതെരഞ്ഞെടുപ്പുകൾ, അതും ഉപതെരഞ്ഞെടുപ്പ് എന്നല്ല, പറഞ്ഞ ഭൂരിപക്ഷം കൃത്യമായിട്ട് വിജയിപ്പിച്ച്, അത് നിലമ്പൂരായിക്കോട്ടെ, പുതുപ്പള്ളി ആയിക്കോട്ടെ, തൃക്കാക്കര ആയിക്കോട്ടെ, പാലക്കാടായിക്കോട്ടെ, എന്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും വലിയ വിജയം ആരും പ്രെഡിക്റ്റ് ചെയ്തല്ല, ഒരു മാധ്യമങ്ങൾ നല്ല ഒരു നിരീക്ഷകരും. ആ ഘട്ടത്തിലും വി ഡി സതീശൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കിക്കോ, കേരളത്തിലെ പകുതി 7 ജില്ലാ പഞ്ചായത്ത് മിനിമം ഞങ്ങൾ പിടിക്കും, 4 കോർപ്പറേഷൻ പിടിക്കും, അതിലൊന്ന് കൊല്ലമായിരിക്കും എന്ന് വരും പറഞ്ഞു. കൊല്ലമൊക്കെ യു ഡി എഫ് ജയിക്കുമെന്ന് ആരും സങ്കല്പിച്ചു പോലുമല്ല. പക്ഷേ ഇതെല്ലാം നടന്നില്ലേ. ഒരു എന്താ പറയുക, ഒരു കൃത്യമായൊരു പ്ലാനിങ്ങും അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ കഴിഞ്ഞൊരു 10-40 വർഷമായിട്ട് കാണാത്തൊരു കാര്യമാണ്. കാരണം ഒരു നേതാവ് ഹോംവർക്ക് ചെയ്ത് എങ്ങനെയാണ് ഓരോ സ്ഥലത്തും ഓരോ കമ്മ്യൂണിറ്റിയെയും, അത് ചെറിയ ഗ്രൂപ്പുകളായിക്കോട്ടെ, എല്ലാവരുടെയും അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ചടങ്ങുകളിൽ പങ്കെടുത്ത് അവരുടെ നേതാക്കളുമായി സംവദിച്ച് ആ ഗ്രൂപ്പിനെ എല്ലാം സ്വരുക്കൂട്ടി ഒരു എന്താ പറയുക, ടീം യു ഡി എഫ് എന്നാണ് വി ഡി സതീശൻ എപ്പോഴും അവകാശപ്പെടുക. ആ ടീം യു ഡി എഫിന് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വി ഡി സതീശൻ വഹിച്ചൊരു പങ്ക് ചെറുതൊന്നുമല്ല. ആ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ വേറൊരു നേതാക്കൾക്കും അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഒരു ചാൻസും ഇല്ലായിരുന്നു. കാരണം പിണറായി വിജയൻ അത്രയും നല്ലൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ കേരള രാഷ്ട്രീയം ശരിക്കും ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റിയെടുത്തിടത്തു നിന്നാണ് വി ഡി സതീശൻ ഒന്നേന്ന് സ്വരുക്കൂട്ടിയെടുത്താണ്. അവിടെ നിന്ന് സ്വരുക്കൂട്ടിയെടുത്ത് കേവലം ഒരു വിജയമല്ല, 100 സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾ അവസാനം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന 72 കടക്കുമോ, ഏറിയ 78 വരെ എന്നാണ്. ഈ പറഞ്ഞ 72 or 78 ഒക്കെ ആയിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ ഒക്കെ വരാനുള്ള സാധ്യത കൂടിയേനെ.